അസ്സലാമു അലൈക്കും ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇതൊരു ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒരു ചെറിയ കഥ പഠിച്ചു. ആ കഥയെ ആസ്പദമാക്കിയിട്ട് നമ്മൾ അഡ്വർബിനെ സംബന്ധിച്ച് പഠിച്ചു. അഡ്വർബിനെ പറ്റിയിട്ട് നമ്മൾ അറബിയിൽ പറയാം മഫൂൽ ഫീഹി എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാ കുറച്ച് ഉദാഹരണങ്ങൾ തദ്രീബാത്തിൽ എക്സസൈസിൽ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദർഫ് സമാൻ രണ്ട് വിധമുണ്ട്, മഫ്ഊല് ഫീഹി രണ്ട് വിധമുണ്ട്. ഒന്ന് ലർഫ് സമാനാണ്, മറ്റൊന്ന് ലർഫ് മക്കാനാണ്. ലർഫ് സമാൻ അഡ്വർബ് ഓഫ് ദ ടൈം, ടൈമാണ്. ദ അഡ്വർബ് ഓഫ് ദ ടൈമാണ് ലർഫ് സമാൻ എന്ന് പറഞ്ഞാൽ. ഇത് വെർബിനെ, അതായത് ക്രിയയെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പറയുക. ലർഫ് സമാൻ സബാഹൻ, സബാഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതം അല്ലെങ്കിൽ രാവിലെ. സുബാഹ എന്ന് പറഞ്ഞാൽ അപ്പോൾ കാലത്തെ സംബന്ധിച്ചാണ്, ഇത് കാലത്തെ പറ്റിയാണ് പറയുന്നത്. ലുഹറൻ, ലുഹറൻ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക്. മസാ അൻ, മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, അത് കാലത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ലൈലൻ, രാത്രി, അതൊരു കാലാണ്. അത് യൗമൻ, ദിവസം, അതൊരു കാലാണ്. ഷെഹ്റൻ, മാസം, ഷെഹർ എന്നുള്ളതിൻ്റെ അർത്ഥം മാസം, അതൊരു കാലത്തെയാണ്. ഇനി നമ്മൾ സ്ഥലത്തെ സംബന്ധിച്ച് പറയുന്ന ഇസ്മുകൾക്കാണ് നമ്മൾ എന്ത് പറയാ? ലർഫു മക്കാൻ എന്ന് പറയാം. തെഹത്ത, അടിയിൽ, അടിയിൽ എന്ന് പറയാം. താഴെ എന്ന് പറയാം. ഫൗക്ക, മീതെ, മുകളിൽ, നമ്മൾ മീതെ എന്നും മുകളിൽ എന്നൊക്കെ പറയും. ഫൗക്ക. ഇന്തെന്ന് പറഞ്ഞാൽ അരികിൽ, അടുത്ത്, അരികിൽ, ഇതാണ് ഇന്ദൻ്റെ അർത്ഥം. വറ എന്ന് പറഞ്ഞാൽ പിന്നിൽ, പിന്നിൽ എന്നോ പിറകിൽ എന്നൊക്കെ പറയും മലയാളത്തിൽ. പിന്നിൽ, പിറകിൽ. ഷർക്കൻ, കിഴക്ക്, കിഴക്ക്. ഷർക്ക് എന്ന് പറഞ്ഞാൽ കിഴക്ക്. ഓർബൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, പടിഞ്ഞാറ്, കിഴക്ക്, ഓർബൻ. അപ്പോൾ ഇത്തരം പദങ്ങൾ നമുക്ക് ഏകദേശം കിട്ടി. ഇനി മഫൂൽ ഫീഹി ആണ്. ഇതിനെപ്പോഴും എന്തായിരിക്കും? നസ്ബായിരിക്കും. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്തഹായിരിക്കും. ഓക്കെ, ഇറാബ് ഉണ്ടാവും. ഇറാബ് എന്ന് പറഞ്ഞാൽ അടയാളം ഉണ്ടാവുക. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നുക്കമ്മില ബിൽ മഫൂൽ ഫീഹി, നുക്കമ്മില നമ്മൾ പൂർത്തീകരിക്കണം. ബിൽ മഫൂൽ ഫീഹിൽ മുനാസിബ്, ശരിയായ വിധത്തിലുള്ള മഫൂൽ ഫീ എടുത്ത് എഴുതണം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. റഅയ്തുൽ ലഖ്ലഖ, കൊക്കിനെ കണ്ടു. കൊക്ക്, നമ്മൾ കൊക്കിനെ പാടത്തൊക്കെ കാണാറുണ്ട് കൊക്കിനെ. റഅയ്തു, ഞാൻ കണ്ടു. അൽ ലഖ്ലഖ, കൊക്കിനെ. എവിടെയാണ് കണ്ടത്? കൊടുത്തിട്ടുള്ള അഷജറ, ഷജറത്തിൻ്റെ, ഷജറ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തായിരിക്കും? മുകളിലല്ല അതിരിക്കുക. അത് കൊക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ മുകളിലല്ല ഇരിക്കുക. അപ്പോൾ ഫൗക്ക് എന്നുള്ള പദം നമുക്ക് ഉപയോഗിക്കാം. ഫൗക്ക് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എവിടെ പഠിച്ചിട്ടുള്ളത്? ഇതാ മീതെ, മീതെ, ഫൗക ഷജറ, മരത്തിന് മീതെ ഞാൻ കൊക്കിനെ കണ്ടു. അപ്പൊ നമ്മൾ മഫൂൽ ഫീഹി കൊടുത്തു. ഇതിന്റെ ഇറാബ് കണ്ടില്ലേ? ഫത്ഹാണ്. ഇതാണ് ഇവിടെയുള്ള വിഷയം. ഓക്കെ, അടുത്തത് തനവ്വറൽ ഖമറു, ഖമർ പ്രകാശിച്ചു. ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രൻ. തനവ്വറ എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചു. അൽ ഖമറു, അൽ ഖമറു, ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. എപ്പോഴാണ് ചന്ദ്രൻ പ്രകാശിക്കാറുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. രാത്രിയല്ലേ ചന്ദ്രൻ ഉണ്ടാവുക, പകലുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് രാത്രി എന്ന് പറഞ്ഞ മസാ, നമ്മൾ രാത്രി, ലൈലൻ അല്ലേ? ലൈലൻ എന്ന് കൊടുക്കാം നമുക്കിവിടെ. ലൈലൻ, രാത്രിയിൽ, രാത്രിയിൽ അത് പ്രകാശിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇറാബ് നോക്കൂ, ഫത്തഹാണ്. ഫത്താണ്. ഇതിൽ ആമിൽ ആരാണ്? ഇതിൽ അമൽ ചെയ്ത ആളാരാണ്? ഈ പ്രവൃത്തി ചെയ്ത ആളാണ്. അതായത് ഈ ഫത്ത് ഇതിനെ കൊടുക്കാനുള്ള കാരണം ഈ തനവറ എന്നുള്ള ഫീലാണ്. ഇവിടെ റായിത്തു എന്നുള്ളതാണ്. ഇനി അടുത്ത ഉദാഹരണം. ത്വല ഷംസു, സൂര്യൻ ഉദിച്ചു. ത്വല എന്ന് പറഞ്ഞാൽ ഉദിച്ചു, അഷംസു എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പോൾ സൂര്യൻ ഉദിച്ചു. നമുക്ക് സൂര്യൻ എപ്പോഴാണ് ഉദിക്കുക? വൈകുന്നേരം, രാവിലെ. എപ്പോഴാ? രാവിലെ. അപ്പോൾ രാവിലെ എന്നുള്ള പദം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? രാവിലെ സ്വബാഹൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. സ്വബാഹൻ, സ്വബാഹൻ, രാവിലെ സൂര്യൻ ഉദിച്ചു. ഫത്തഹാണ്, നസ്ബാണ്. ഇതിൻ്റെ ഇറാബ് മഫൂൽ ഫീഹി എന്നാണ് ഇതിന് അറബിയിൽ പറയാം. അടുത്തത് സിർത്തു ഇലൽ മസ്ജിദി, ഞാൻ നടന്നു. സിർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നു. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്, പള്ളിയിലേക്ക് ഞാൻ നടന്നു. എപ്പോഴാണ് പള്ളിയിലേക്ക് നടന്നത്? ഇതിലേതെങ്കിലും ഒരു പദം ഉപയോഗിക്കാം. ലുഹറൻ, ഉച്ച സമയത്ത്. ഉച്ച സമയത്ത് അത് കറക്റ്റ് അല്ല ആൻസർ. ലുഹറൻ, ലുഹറൻ. ഇതിന് നസ്ബാണ്, അതായത് ഫതഹാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് സുംതു, ഞാൻ നോമ്പനുഷ്ഠിച്ചു. കാമിലൻ, നമ്മൾ എന്താ കൊടുക്കുക ഇവിടെ? ഷെഹർ എന്ന് കൊടുക്കാം. ഷെഹറൻ, ഒരു മാസം, ഒരു മാസം മുഴുവനും ഞാൻ എന്ത് ചെയ്തു? പൂർണ്ണമായ ഒരു മാസം ഞാൻ എന്ത് ചെയ്തു? നോമ്പ് അനുഷ്ഠിച്ചു. ഷെഹറൻ കാമിലൻ, പൂർണ്ണമായ ഒരു മാസം
ഞാൻ നോമ്പനുഷ്ഠിച്ചു. ഇവിടെ ഷെഹ്റൻ ഇതെന്താണ്? മഫ്ഊലു ഫീഹിയാണ്. മഫ്ഊലു ഫീഹിയാണ്. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. നുലാഹിദുൽ ജുമല വ നുമയ്യിസുൽ മഫ്ഊല ഫീഹി വൽ മഫ്ഊല ബിഹി. അപ്പോൾ ഇനി മഫ്ഊല് ബിഹി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. കഴിഞ്ഞ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ മഫ്ഊല് ബിഹി നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും. മഫ്ഊല് ബിഹിന് ഒബ്ജക്റ്റ് എന്ന് പറയും. മഫ്ഊല് ഫീഹിനിക്ക് നമ്മൾ എന്താ അഡ്വർബ് ആണെന്ന് പറയാം. ഒബ്ജക്റ്റ് അറിയില്ലേ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ആണ് നമ്മൾ മഫ്ഊല് ബിഹി എന്ന് പറയാം. ആർക്കാണ് ഞാൻ അടിച്ചു, ഞാൻ നിങ്ങളെ അടിച്ചു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു. അപ്പം ഞാനാണ് എന്ത് ഇവിടെ സബ്ജക്റ്റ്, പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി, നിങ്ങൾ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ആർക്കാണ് ഈ പ്രവൃത്തിയുടെ അഥർ ഉണ്ടായത്, ഫലമുണ്ടായത്, അതിനാണ് നമ്മൾ എന്ത് പറയാ? മഫ്ഊല് ബിഹി എന്ന് പറയാം. ഇംഗ്ലീഷിൽ അതിന് ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ സ്കൂളിൽ പഠനവും നമുക്ക് എളുപ്പമായി കിട്ടും. അൽഹംദുലില്ലാ. എർജിഉൽ ഉസ്താദു നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് എവിടൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എർജിഉ അൽ ഔലാദു മിനൽ മദ്രസത്തി മസാൻ. കുട്ടികൾ, എർജിഉ എന്ന് പറഞ്ഞാൽ മടങ്ങും. അൽ ഔലാദു കുട്ടികൾ, കുട്ടികൾ മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന്, മസാഅൻ വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം സ്ഥലം, വൈകുന്നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമ്മൾ കണ്ടില്ലേ, ഇവിടെ ഉണ്ടല്ലോ വൈകുന്നേരം. മസാഅൻ ലർഫു സമാനാണ്, കാലത്തെ സൂചിപ്പിക്കുന്നതാണ് മസാഅൻ. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി. മസാഅൻ എന്ന് എഴുതാം, മസാഅൻ എന്ന് എഴുതാം. അപ്പോൾ അതെന്താണ്? മഫ്ഊലു ഫീഹിയാണ്. അത് നമ്മൾ കണ്ടെത്താനല്ല പറഞ്ഞിട്ടുള്ളത്, മഫ്ഊലു ഫീഹിയാണ്, കണ്ടെത്തിട്ടോ. ഇനി അടുത്തത് സാഫർത്തു ഞാൻ യാത്ര ചെയ്തു, ഞാൻ യാത്ര ചെയ്തു. ഫി ത്വായിറ ഫ്ലൈറ്റിൽ, ഫിൽ ത്വായിറ ഫ്ലൈറ്റിൽ ഞാൻ എന്ത് ചെയ്തു? യാത്ര ചെയ്തു. സാഅത്തൻ ഒരു മണിക്കൂർ. സാഅത്തൻ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ, ടൈമിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ടൈമിനെ സൂചിപ്പിക്കുന്നു. ടൈമിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അത് മഫ്ഊൽ ഫീഹി ആണെന്ന് പറയാം. ടൈമിനല്ല സൂചിപ്പിക്കുന്നത്. ഓക്കെ, റെഡി. ഇനി അടുത്തത് ഷരിബ തിഫ്ലുൽ ഹലീബ്. ഷരിബ കുടിച്ചു, അത്തിഫ്ലു കുട്ടി, അൽ ഹലീബ പാല്. ഹലീബ് എന്ന് പറഞ്ഞാൽ പാല്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ സ്ഥലത്തെയോ കാലത്തെയോ അല്ല, പാലിനെ കുടിച്ചിട്ടുള്ളത്, പാലാണ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ പാലിലേക്ക് ഈ പ്രവൃത്തി വിട്ടു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഫ്ഊല് ബിഹി ആണത്. എന്താണ്? മഫ്ഊല് ഫീഹി അല്ല, മഫ്ഊല് ബിഹി ആണ്. മഫ്ഊല് ബിഹി ഒബ്ജക്റ്റ് എന്ന് പറയുന്നു, ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നാണ് പറയും നമ്മൾ ഗ്രാമറ്റിക്കൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയും കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെ ഇഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാരി. ഇഖ്തഫ ഒളിച്ചിരുന്നു. ഇഖ്തഫ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്നു. അൽ മുജ്രിമു എന്ന് പറഞ്ഞാൽ കുറ്റവാളി, കുറ്റവാളി. ഖൽഫ എന്ന് പറഞ്ഞാൽ പിറകിൽ അല്ലെങ്കിൽ പിന്നിൽ, പിന്നിൽ ഒളിച്ചിരുന്നു. ജിദാരി ചുമരിന്. അപ്പൊ ചുമരിന് പിന്നിൽ, പിന്നിൽ എന്നുള്ള പദം എന്താണ്? അത് ഒരു സ്ഥലത്തെയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോ എന്തായിരിക്കും അത്? മഫ്ഊല് ഫീഹിയാണ്. എന്താണ്? മഫ്ഊല് ഫീഹിയാണ്. അടുത്തത് നവ്വറൽ ഖാദിമുൽ മിസ്ബാഹ. നവ്വറൽ ഖാദിമു വേലക്കാരൻ, വേലക്കാരൻ വിളക്ക് കത്തിച്ചു. അപ്പൊ എന്താണ്? കത്തിച്ചു. നവ്വറ എന്ന് പറഞ്ഞാൽ കത്തിച്ചു. അൽ ഖാദിം എന്ന് പറഞ്ഞാൽ വേലക്കാരൻ, ജോലിക്കാരൻ, വേലക്കാരൻ. അൽ മിസ്ബാഹ വിളക്ക്, വിളക്ക്. അപ്പൊ ഇതെന്താണ്? മഫ്ഊല് ഫീഹി ആണോ? അല്ല, മഫ്ഊല് ബിഹി ആണോ? മഫ്ഊല് ബിഹി ആണ്. കാരണം ഇവിടെ ഒരു കാലത്തെയും ഒരു സമയത്തൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. ഇവിടെ മിസ്ബാഹിനെ കത്തിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ്, അതായത് മഫ്ഊല് ബിഹി ആണ് ഇവിടെയുള്ളത്, അൽ മിസ്ബാഹ. അടുത്തത് ആറാമത്തെ എക്സാമ്പിൾ റഅയ്തു നജ്മ ഫിസ് സമായി ശർഖ. റഅയ്തു ഞാൻ കണ്ടു, അൻ നജ്മ നക്ഷത്രത്തെ, ഫിസ് സമായി ആകാശത്തിൽ, ശർഖൻ കിഴക്ക്, കിഴക്ക് ആകാശത്തിൽ, കിഴക്കേ ആകാശത്ത് ഞാൻ നക്ഷത്രം കണ്ടു. അപ്പൊ കിഴക്കേ ആകാശം, കിഴക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. മഫ്ഊൽ എന്താണ്? മഫ്ഊലാണ്, മഫ്ഊൽ ഫീഹിയാണ്. കിഴക്ക് എന്നുള്ളത് അത് ഒരു സമയത്തെ, ഒരു മക്കാനിനെ, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. കിഴക്ക്, ഷർഖൻ കിഴക്ക്, ഒർബൻ പടിഞ്ഞാറ്. ഓക്കെ, അപ്പൊ അത് മഫ്ഊൽ ഫീഹിയാണെന്ന് മനസ്സിലായില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നുഅരിബ് അറബി ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറെ പഠിച്ചു അല്ലേ. ഞാനൊരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു. ഇതിനെ നമുക്ക് അറബിയാക്കണം. ഞാൻ ഒരു ദിവസം തീവണ്ടിയിൽ യാത്ര ചെയ്തു എന്നുള്ളതിന് എന്താ പറയാ? സാഫറ എന്ന് പറയാ. അപ്പൊ ഞാൻ യാത്ര ചെയ്തു എന്ന് എങ്ങനെ പറയാ? സാഫർത്തു, ഞാൻ യാത്ര ചെയ്തു. തീവണ്ടിയിൽ, ഫിൽ ഖിതാരി, ഖിതാരിൽ, യൗമൻ ഒരു ദിവസം. അപ്പോ ആ പദം ഇങ്ങനെ പറയാ, സാഫർത്തു ഫിൽ ഖിതാരി യൗമൻ, ഒരു ദിവസം ഞാൻ തീവണ്ടിയിൽ യാത്ര ചെയ്തു. ഓക്കെ, വെരി ഗുഡ്.
ഇനി അടുത്ത മുസ്ലിമീങ്ങൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നു. യസൂമ് നോമ്പനുഷ്ഠിക്കുന്നു. സോമ യസൂമു നോമ്പനുഷ്ഠിക്കുന്നു. അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ ഷെഹ്റൻ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരുപാട് വട്ടം വാച്ച് ചെയ്ത് നമ്മൾക്ക് അതിനെ നമുക്ക് കീപ്പെടുത്തുക. ഓക്കെ. ഇനി അടുത്തത്, വിദ്യാർത്ഥികൾ സ്കൂളിന് മുന്നിൽ നെൽകൃഷി ചെയ്തു. ചെയ്തു എന്നാ പറയുന്നത്. മാലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സറ എന്ന് പറയാ, സറ എന്ന് പറയും. തോലിബൂൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ കൃഷി ചെയ്തു. അൽ അറുസ എന്താണ്? നെല്ല്. നെൽ കൃഷി ചെയ്തു. എവിടെയാണ്? അമാമൽ മദ്രസ മദ്രസത്തിന്റെ മുന്നിൽ, മദ്രസയുടെ സ്കൂളിന്റെ. സ്കൂള് മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂളിന് മദ്രസ എന്ന് തന്നെ പറയാം, നമ്മുടെ മദ്രസക്ക് മദ്രസ എന്ന് തന്നെ പറയാം. അപ്പോൾ സ്കൂളിന്റെ മുന്നിൽ വിദ്യാർത്ഥികൾ നെല്ല് കൃഷി ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിനെ അറബീകരിച്ചു. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് എല്ലാവർക്കും പാഠം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.